രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നവരോട്, രാഹുൽ മാങ്കൂട്ടത്തിനെ കാമപ്രാന്തൻ എന്ന് വിളിക്കുന്നവരോട്, രാഹുൽ മാങ്കൂട്ടം മാന്യനല്ല എന്ന് പറയുന്നവരോട് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. അതിനുള്ള തെളിവ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എന്തിനാണ് ഒരു പാവത്തിനെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കും ഇല്ലേ സഹോദരന്മാർ, നിങ്ങൾക്കും ഇല്ലേ അച്ഛനമ്മമാർ? എന്തിനാണ് ഒരു പാവത്തിനെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് ദ്രോഹിച്ച് ഇങ്ങനെ സന്തോഷിക്കുന്നത്? കൂടെയുള്ളവർ തന്നെയാണോ ചതിച്ചത്, അതോ മറ്റാരെങ്കിലും കുത്തിയതാണോ? വ്യാജമായി കുറെ ചാറ്റുകൾ ഉണ്ടാക്കുന്നു, കുറെ ശബ്ദരേഖകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ പുറത്തു വിടുന്നു. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? രാഹുൽ മാങ്കൂട്ടത്തോടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ നന്മയുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇവിടെയുള്ള ആളുകൾ വൈകിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ രാജിവെച്ച് പോകരുത്, നിങ്ങൾ രാജിവെച്ച് പോകരുത് രാഹുൽ. ഒരിക്കലും നിങ്ങൾ രാജിവെച്ച് പോകരുത്. നിങ്ങൾ ഒരു യുവ നേതാവാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ചെയ്യുവാനുണ്ട്. നിങ്ങളൊരു ആഭ്യന്തരമന്ത്രിയോ ഒരു സഹകരണ വകുപ്പ് മന്ത്രിയോ ആകുന്നത് കാത്തൊക്കെ ഇവിടെ ഒരുപാട് ജനങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങളെ കൈപിടിച്ചുയർത്തിയ ഷാഫി പറമ്പിൽ അടക്കം നിങ്ങളൊരു മന്ത്രി ആകണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട്, നിരവധി യുവതികളുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ താങ്ങും തണലുമാണ് നിങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പദവി ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നിങ്ങൾ വനവാസത്തിന് പോകരുത് എന്നുള്ളതാണ്. എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ ഒരു പാവം മനുഷ്യനെ, ഒരു മാന്യനായ മനുഷ്യനെതിരെ നിങ്ങൾ എന്തിനാണ് ഇത്ര പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത്? എന്തായാലും നിങ്ങളൊന്ന് കേൾക്കൂ. രാഹുൽ നിരപരാധിയാണ് എന്നുള്ളതിന് ഇതാ തെളിവ്. കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത് പാർട്ടി വേറെയാ. അത് കണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ സമരമുറകളുമായി രംഗത്തിറങ്ങുന്ന മറ്റേ പാർട്ടി പോലെയല്ല ഞങ്ങളുടെ പാർട്ടി, ഇത് വേറെയാണ് എന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, രാഹുൽ പറഞ്ഞത് സത്യമാണ്. രാഹുൽ അങ്ങനെ ചെയ്യില്ല. കാരണം ചാനൽ ചർച്ചകളിൽ നിഷാ പുരുഷോത്തമനോടൊപ്പം ഇരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കേട്ടില്ലേ? ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പോരാടും, ഞങ്ങളുടെ പാർട്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുന്നവരാണ്. സ്ത്രീക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെയുള്ള ഞാനുള്ളപ്പോൾ മറ്റൊരുത്തൻ ഇവിടെ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവോ? മോനെ, ഇതാള് വേറെയാ. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ ഇന്നലെ കിടന്ന് വൈറലാകുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നിയതാ, രാഹുൽ ഇത്രയൊക്കെ മാന്യത കളിക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു അന്യൻ ഇഫക്റ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ കാണിക്കുന്നത്. അതായത് ക്യാമറയ്ക്ക് പുറത്ത് പാതിരാത്രി വരെ 7 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ എന്താ പറയുക തുണിപൊക്കാൻ നടക്കുന്ന ഈ മാന്യ അദ്ദേഹം ക്യാമറ ഓണായാൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രായമായ സ്ത്രീകൾ വരെ ഇയാളുടെ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രായമായ പല കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരുടെ ഭാര്യമാരെ പോലും ഇയാൾ വെറുതെ വിട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ജാതിയാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട്, വീട്ടിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരു വിഭാഗം. ഇന്നലെ ഒരു പെൺകുട്ടിയെ നിന്നെ ഞാൻ കൊല്ലണമെങ്കിൽ എനിക്ക് 5 സെക്കൻഡ് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി തെളിവുമായി രംഗത്തെത്തുന്നു. ഗർഭചിത്രം നടത്താനായിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം നീ ഗർഭചിത്രം നടത്തിയില്ല എങ്കിൽ ഞാൻ മരിച്ചു കളയുമെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇയാൾ എന്താണ് വിചാരിച്ചത്? പെൺകുട്ടികളൊക്കെ ഇയാളുടെ കിടക്ക പങ്കിട്ടിട്ട് മൂടും തട്ടി പോകുന്ന ആളുകളാണ് കേരളത്തിലെ സ്ത്രീകൾ എന്നാണോ? അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കാം, അങ്ങനെയുള്ള കുറെ ആളുകളുടെ പേരുകൾ ലിസ്റ്റിലുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു പറയാൻ കഴിയില്ല. നിങ്ങളെ കണ്ട് നിങ്ങളോടൊപ്പം കിടക്ക പങ്കിട്ട് നിങ്ങൾ കൊടുത്ത സമ്മാനങ്ങളും വാങ്ങി, നിങ്ങൾ കൊടുത്ത ചുംബനങ്ങളും ഒക്കെ വാങ്ങിപ്പോയ കുറെ എണ്ണം ഉണ്ട്. നിർഭാഗ്യവശാൽ കുറെ എണ്ണം നമ്മുടെ വർഗമായി പോയത് കൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രം. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ അല്ലാത്ത അന്തസ്സുള്ള സ്ത്രീകളുണ്ട് മാങ്കൂട്ടം. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ പെണ്ണുങ്ങളെയൊക്കെ വഞ്ചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു.
നിങ്ങൾ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെ പോലൊരു സ്ത്രീയാണ് ഞാൻ ഈ നശിപ്പിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറ്റിക്കാൻ പോകുന്നതും എന്നൊക്കെയുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് പോട്ടെ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളതാണ്. ഓടി നടന്ന് കോഴിത്തരം കാണിക്കുന്ന കോഴികളുടെ ഉസ്താദാണ് നിങ്ങളെന്നുള്ളത് ഇപ്പോഴാണ് പല സ്ത്രീകൾക്ക് മനസ്സിലായത്. ഇപ്പോഴും പലരും നിങ്ങളെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ താല്പര്യപ്പെടുന്ന പല സ്ത്രീകളും ഉണ്ടാകും. അവരോടൊക്കെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പാക്കുക. നാളെ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വന്ന് കിടന്ന് പറഞ്ഞ് കാലിട്ടടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ പറയുന്നു. എൻ്റെ തല പോയാലും ഞാൻ രാജിവെക്കില്ല എന്ന് പറയുന്നു. പിന്നെ KPCC നേതൃത്വം ഇടപെടാൻ ഒരുങ്ങുന്നു. പിന്നെ നമ്മുടെ KC വേണുഗോപാൽ ഇതിൽ കൃത്യമായ നിലപാടെടുക്കുമെന്ന് പറയുന്നു. VD സതീശൻ എടുക്കുമെന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദവിയല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പദവിയിൽ നിങ്ങൾക്കിരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അതൊന്ന് തിരിച്ചറിയൂ. കാരണം തെറ്റാർക്കും പറ്റാം. അത് പലതവണ പറ്റുമ്പോൾ അത് എന്താ പറയുക, അത് തെറ്റല്ല. അത് നിങ്ങൾക്കൊരു രോഗമാണ്. നിങ്ങളുടെ രോഗം ചികിത്സിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ രോഗം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് ചികിത്സിക്കൂ. കാരണം പലർക്കും ഇത്തരത്തിൽ ഉണ്ട്. ഒരു സമയത്ത് തന്നെ 5, 6, 7 സ്ത്രീകൾക്കുമായി ബന്ധം സ്ഥാപിക്കുക, അവർക്ക് മെസ്സേജ് അയക്കുക. വിവാഹം കഴിച്ച് ഭാര്യ ഉള്ള ചില ആണുങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 4, 5 സ്ത്രീകളുമായി പോവുക, എന്നിട്ട് അവർക്ക് സെക്സ് മെസ്സേജ് അയക്കുക, ചില സ്ത്രീകളുമായി കിടക്ക പങ്കിടുക. അപ്പൊ അവർക്ക് പരാതിയില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ പോയിട്ടൊന്നും കാര്യമല്ല. ഇവിടെ എന്താ പറയുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ വിവാഹം കഴിച്ച സ്ത്രീ മാത്രമാണ്. അതുകൊണ്ട് ഒന്നുകിൽ അവളെ പൊടി തട്ടി പോകും, അല്ലെങ്കിൽ അവൾ എന്താ പറയുക എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ ജീവിക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷെ ഓടി നടന്ന് ഈ നടത്തുന്ന കോഴിത്തരത്തിന് എന്താണ് നിങ്ങളോട് മറുപടി പറയാൻ, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ഇത്തരം ജനപ്രതിനിധികൾ, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, കോൺഗ്രസിൽ മാത്രമല്ല, ഇന്ന് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നവർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രോൾ ഇറക്കുന്നവർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജയ് വിളിക്കുന്നവർ, സൂക്ഷിക്കുക. നാളെ നിങ്ങൾക്ക് മേലെയും ഇത്തരത്തിൽ ആരോപണങ്ങളും അപവാദങ്ങളും വരാൻ അധിക സമയം വേണ്ട എന്നുള്ളത് ആഘോഷിക്കുന്നവർ ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, കൈരളിയിലെ ഒരു ചാനലിലെ ഒരു റിപ്പോർട്ടറും അവതാരകനും പറയുന്നു, ഗൂഗിൾ പേ വഴി മെസ്സേജ് അയക്കുന്ന ഒരു അപൂർവ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂച്ചക്കുട്ടി വിവാദം നമ്മൾ മറന്നിട്ടില്ല. കൈരളി സ്വപ്ന ഉയർത്തിയ വിവാദങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചി ഉയർത്തിയ വിവാദങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇതിലും വരെ മുകേഷ് MLA-ക്കെതിരെ, സ്പീക്കർ രാമകൃഷ്ണനെതിരെ, അങ്ങനെ എത്ര പേർക്കെതിരെ, ആർഷോക്കെതിരെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളും മനസ്സിലാക്കി വേണം. അന്ന് നിങ്ങളെ പറഞ്ഞപ്പോൾ അവർ ആഘോഷിച്ചു, ശരിയാണില്ല എന്ന് പറയുന്നില്ല. നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങളും ആടി തിമിർക്കും, അതും ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും കൊടുത്തത് കൊല്ലത്തും കിട്ടുമെന്നുള്ളത് മറക്കാതിരിക്കുക.